അപകടം വരും. അതുപോലെ തന്നെ പ്ലെയിനിൽ കയറി ബെൽറ്റ് ഇടണം എന്ന് പറയുമ്പോൾ ബെൽറ്റ് ഇടാൻ തയ്യാറാകണം, അപകടം വരും. അതുപോലെ തന്നെ ഓരോ സന്ദർഭത്തിലും തരുന്ന മെസ്സേജുകൾ പൂർണ്ണമായും ഉൾക്കൊണ്ട് പ്ലെയിനിൽ യാത്ര ചെയ്യുന്നവർ യാത്ര ചെയ്യുമ്പോഴേ ഈ പ്ലെയിന് കൃത്യമായി പൈലറ്റിന് ഓടിച്ചെത്തിക്കാൻ കഴിയൂ. ഇതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ തരുന്ന നിർദ്ദേശം, നമ്മളെക്കാൾ പ്ലെയിനിനെ കുറിച്ച് അറിയുന്നത് അവർക്കാണ്, യാത്രക്കാരെ കുറിച്ച് ബോധമുള്ളത് അവർക്കാണ്, പ്ലെയിൻ ഏത് അപകടത്തിൽ പെടുമെന്നതിനെ കുറിച്ച് ചിന്തയുള്ളത് അവർക്കാണ്. ഇതുപോലെ ഈ സമുദായം എവിടെയാണ് അപകടത്തിൽ പോയി ചാടുന്നതെന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് നോക്കിയിട്ട് നിയന്ത്രിക്കുന്നവരാണ് ആലിമീങ്ങൾ എന്ന ബോധം എന്റെ മുസ്ലിം ചെറുപ്പക്കാരെ നമുക്കുണ്ടാകണം കേട്ടോ. അതാണ് ഖുർആൻ പറഞ്ഞത്, ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون. അറിവില്ലാത്ത ആളുകൾ അവര് നിങ്ങളെ പലതിലേക്കും നയിച്ചു കൊണ്ടുപോകും, അതിൽ പെട്ടുപോകാൻ പാടില്ല. നിങ്ങൾ പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ച് ജീവിക്കണം. അതാണ് ഉഖ്റവിയായ ആലിമീങ്ങൾക്ക് ഏറ്റവും കൂടുതലായി പറയാനുള്ളത്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഹാറൂൻ റഷീദ് രാജാവ് ഒരു രാത്രിയിൽ ഫദ്ലുൽ ബർമക്കി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സഹചാരിയോട് പറഞ്ഞു, ഇന്നത്തെ രാത്രി എനിക്ക് നിങ്ങളൊരു നല്ല മനുഷ്യനെ കാണിച്ചു തരണം. ഞാൻ ഈ ഭരണാധികാരിയായി ഭരണം നടത്തുന്നു, അതൊക്കെ എനിക്ക് ആകെ മടുത്തിരിക്കുന്നു. എനിക്കൊരു നല്ല മനുഷ്യന്റെ അടുത്ത് പോയിട്ടൊന്ന് ദുആ ചെയ്യിപ്പിക്കണം, അദ്ദേഹത്തിന്റെ നിർദ്ദേശം കേൾക്കണം. അപ്പോൾ ഫദ്ലുൽ ബർമക്കി അദ്ദേഹത്തെ കൂട്ടിയിട്ട് സുഫിയാൻ എന്ന പണ്ഡിതന്റെ അടുത്ത് പോയി. പണ്ഡിതന്റെ വാതിലിന് പോയി മുട്ടി. വലിയ മഹാനാ. സുഫിയാൻ ചോദിച്ചു, മൻ അൻതും, ആരാണത്? അബൂ പറഞ്ഞു, ഹാറൂൻ. പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ഹാറൂൻ. അപ്പൊ ചോദിച്ചു, രാജാവിന് ഇത്ര ബുദ്ധിമുട്ടിങ് വന്നത്? നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടേ ഞാൻ അങ്ങോട്ട് വരൂലേ? അപ്പൊ ഹാറൂൻ റഷീദ് പറഞ്ഞു, ഫദ്ലിനോട്, കൂട്ടിക്കൊണ്ടുപോയ ഫദ്ലിനോട് പറഞ്ഞു, ഞാൻ ഈ മുസ്ലിയാരല്ലോ, ഞാൻ ആലോചിച്ച് ഇങ്ങനത്തെ മുസ്ലിയാരല്ല എനിക്ക് വേണ്ടത്. അത് എന്നെ ഇങ്ങോട്ട് ഒരു പരിഗണിക്കുന്ന ആള് വേണ്ട, എന്നെ പരിഗണിക്കാത്ത ഒരു പണ്ഡിതനാണ് വേണ്ടത്. സുഫിയാൻ ഒരു വലിയ മഹാനാണ്, ആ മഹാൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല, ശരിയാണ്. പക്ഷെ എനിക്ക് വേണ്ടത് ദുന്യാവിന് വില കൽപ്പിക്കാത്ത, ഞാനൊരു ഭരണാധികാരിയാണ് എന്ന നിലപാടൊന്നും കാണിക്കാത്ത, എന്നെ ഒരു വിലയും വെക്കാത്ത ഒരു പണ്ഡിതനാണ്. അതാണ് ഇദ്ദേഹം. അപ്പോൾ അവര് സുഫിയാൻ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഇങ്ങനെയാ പറയുന്നത്. ഇപ്പൊ മഹാനവറുകൾ പറഞ്ഞു, എന്നാ പിന്നെ നിങ്ങൾ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് അദ്ദേഹത്തെ കൂട്ടി പോയിക്കോളി. അങ്ങനെ ഫുളൈൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പോയി. വാതിലിന്റെ അടുക്കലെത്തിയപ്പോ ചെല്ലുമ്പോ തന്നെ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ഖുർആനിൽ ഓതുന്നതാണ് ഹാറൂൻ റഷീദ് കേൾക്കുന്നത്. അം ഹസിബല്ലദീന ജതറഹു സയ്യിആതി അൻ നജഅലഹും കല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്. സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞില്ലേ, മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു, ശറഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ഹബീബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, നമ്മളെ മുൻഗാമികളായ മുഅ്മിനീകളില്ലേ, സാലിഹീങ്ങളില്ലേ, അവർക്ക് അല്ലാഹു കൊടുത്തൊരു ഇസ്സത്തില്ലേ, അവർക്ക് കൊടുത്തൊരു സ്നേഹമില്ലേ, ഒരാദരവില്ലേ? അതെന്തേ നമുക്ക് കിട്ടാത്തത്? അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, അം ഹസിബല്ലദീന യജ്തറഹു സയ്യിആത്ത്,
തെറ്റുകൾ ചെയ്യുന്ന ജനങ്ങൾ വിചാരിച്ചുവോ അന്നജഅലഹും കല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്ത്, ഈമാനും സൽക്കർമ്മവുമുള്ള മഹാന്മാരെ പോലെ തെറ്റ് ചെയ്യുന്നവരെ നമ്മളാക്കുമെന്ന് വിചാരിച്ചുവോ? ആ വിചാരം ശരിയല്ല. മഹാന്മാർക്ക് നമ്മൾ കൊടുക്കുന്ന സ്ഥാനം തെറ്റും കുറ്റവും ചെയ്യുന്നവർക്ക് കിട്ടൂല. ഇത് തന്നെയല്ലേ സഹോദരന്മാരെ ഈ ആഖിറുസമാനിലുള്ള നമ്മൾക്ക് സംഭവിച്ചു പോയത്? നമ്മൾക്ക് തീരെ വില വെച്ചില്ല. ഞാൻ സങ്കടം പറയട്ടെ, ഞങ്ങളെ നാട്ടിലൊക്കെ ജോലിക്ക് വരുന്ന കുറെ വടക്കേ ഇന്ത്യയിലുള്ള മുസ്ലിമീങ്ങളുണ്ട്. പേര് ചോദിച്ചാൽ നജാത്തുള്ള, റഹ്മത്തുള്ള തുടങ്ങിയ നല്ല പേരാണ്. ചോറൊറ്റ നേരം നിസ്കരിക്കൂല. അതെ, അങ്ങനത്തെ ഒരു ദീനീ ബോധം അവർക്കില്ല. ലഹരി ഉപയോഗിക്കുന്നതിനോ കഞ്ചാവ് വലിക്കുന്നതിനോ ഒരു മടിയും പലർക്കുമില്ല. സുബ്ഹാനല്ലാഹ്, വടക്കേ ഇന്ത്യയിലൊക്കെ പോയാൽ കാണുന്ന കാഴ്ച എന്താണ്? അജ്മീറിൽ ചെന്നാൽ കാണുന്നത് എന്താണ്? ഡൽഹിയിൽ ചെന്നാൽ പല മഖ്ബറയിലും കാണുന്നത് എന്താണ്? ആ മഹാന്മാരെ മഖ്ബറയിൽ ചെന്ന് യാസീൻ ഓതുന്നതിന് പകരം, ഖുർആൻ ഓതി സിയാറത്ത് ചെയ്യുന്നതിന് പകരം, അതേ മഖ്ബറയുടെ സമീപത്ത് വഅദ് സംഘടിപ്പിക്കുന്നതിന് പകരം, അവരെ മഖ്ബറയുടെ സമീപത്ത് ദിക്റും സലാത്തും ദുആയും നടത്തുന്നതിന് പകരം, അതൊക്കെ നല്ല കാര്യങ്ങളാണ്, അതൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ നടപടികളാണ്. അതിന് പകരം സുബ്ഹാനല്ലാഹ് പലരും പോയി ഖബറിന് സുജൂദ് ചെയ്യുകയാണ്. പച്ച ഹറാമല്ലേ? ഖബറിന്റെ സമീപത്ത് പോയി വീട് ഉരുളുകയാണ്. ചിലര് ഖബർ ഇങ്ങനെ തവാഫ് ചെയ്യുകയാണ്. ഇങ്ങനെ ഇസ്ലാമിൽ വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ മഹാന്മാരെ ഖബറിന്റെ അടുക്കൽ ചെന്ന് ചെയ്യുന്നത് കടുത്ത അദബുകളല്ലേ, കടുത്ത തെറ്റല്ലേ? പക്ഷെ ആ തെറ്റൊക്കെ ഒരു സൽക്കർമ്മമാണെന്ന് വിചാരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. നിസ്കരിക്കുന്നവന് വളരെ കുറവ്, ദീന് അതാ കൈവശമുള്ളവർ വളരെ കുറവ്, മദ്യപിക്കാത്തവർ വളരെ കുറവ്. എന്തേ ഈ ഒരു രൂപത്തിൽ ഈ സമുദായം മതപ്പതിച്ചു പോയത് കൊണ്ട് തന്നെ ഈ സമുദായത്തിന്റെ ഇസ്സത്ത് നഷ്ടപ്പെടുന്നു. സമുദായത്തിന് പരീക്ഷണങ്ങൾ ഓരോന്നോരോന്നായി വരുന്നു. അല്ലാഹ് പറഞ്ഞില്ലേ, അം ഹസിബല്ലദീന യജ്തറഹുസ്സയ്യിആതി അൻ നജഅലഹും കല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്ത്. ഈമാനും സൽക്കർമ്മവുമുള്ള മഹാന്മാരെ പോലെ കുറ്റവാളികളായ ആളുകളെ നമ്മളാക്കുമെന്ന് വിചാരിച്ചുവോ? ഈ അർത്ഥം വരുന്ന സൂറത്തുൽ ജാസിയിലെ 21-ാമത്തെ ആയത്താണ്. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു റൂമിന്റെ ഉള്ളിൽ കേൾക്കുന്നത്, ഓതുന്നത് ആ ശബ്ദമാണ്. ഹാറൂൻ റഷീദ് രാജാവ് പുറത്തുനിന്ന് കേൾക്കുന്നത്. ഹാറൂൻ റഷീദ് രാജാവ് പറഞ്ഞു, ലൗലം യകുൽ ലനാ ഹദ്ദുൻ മിൻ സുഹബത്തി ഹാദ ശഖ്സി ഗൈറ ഇസ്തിമാഇ ഹാദിഹിൽ ആയതി ലകഫാനാ. ഈ മഹാനെ കാണാൻ വന്നിട്ട് ഈ ഒരൊറ്റ ആയത്ത് കേട്ടത് കൊണ്ട് അത് തന്നെ മതിയല്ലോ. എന്നെ പോലുള്ളവരുടെ മനസ്സിനെ തട്ടി ഉണർത്താൻ ഈ ഒരായത്ത് കേട്ടത് തന്നെ മതിയല്ലോ, വന്നത് മുതലായല്ലോ. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ വാതിൽ നിന്ന് മുട്ടി. ഫുളൈൽ റളിയല്ലാഹു അൻഹു അലൽ ബാബ്, ആരാണ് ഗേറ്റിംഗില്? അപ്പൊ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ഹാറൂൻ, അതിവിടുത്തെ ഭരണാധികാരി ഹാറൂൻ റഷീദ് രാജാവാണ്. ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളെ മറുപടി, വമാ ശഅ്നുഹു മഈ, അയാൾ എന്തിനാ എന്റെ അടുത്ത് വരുന്നത്? വമാ ശഅ്നുഹു മഈ, അദ്ദേഹം എന്റെ അടുക്കൽ വരേണ്ട പ്രശ്നം എന്താണ്? ഫൈനി ഫഖീറുൻ ഹാരിബുൻ, ഞാനൊരു പാവപ്പെട്ടവനല്ലേ, ഞാൻ ഭരണാധികാരിയിൽ നിന്ന് ഓടിപ്പോകുന്നവനല്ലേ, ഞാനിവിടെ ഭരണാധികാരികളെയും നോക്കി പോന്നവനല്ലല്ലോ, ഭരണവും നോക്കി പോന്നവനല്ലല്ലോ. എന്റെ അടുക്കൽ അദ്ദേഹത്തിന് എന്തിനു വരണം? അദ്ദേഹം എന്തിനു വരണം? വമാ ഫതഹൽ ബാബ്, വാതിൽ തുറന്നു കൊടുത്തില്ല. അപ്പോൾ പിന്നെ അവിടെ കാവൽ നിൽക്കുന്ന ആള് പറഞ്ഞു, ഭരണാധികാരിയെ അനുസരിക്കണ്ടേ? സുബ്ഹാനല്ലാഹ്. അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, നിങ്ങൾ എന്നെ കൺഫ്യൂഷൻ ആക്കല്ലേ,
അദ്ദേഹത്തിന് കടന്നേ പറ്റൂ എന്നുണ്ടോ? എന്നാൽ ഞാൻ പറഞ്ഞിട്ട് കടക്കണ്ട, അദ്ദേഹം ഭരണാധികാരിയാണല്ലോ, അദ്ദേഹത്തിന് എന്റെ വാതിൽ കയറി കടക്കാനുള്ള അധികാരമുണ്ടല്ലോ, അധികാരം പ്രവർത്തിച്ച് കേറിക്കോട്ടെ. സുബ്ഹാനല്ലാഹ്, വാതിൽ കടന്നങ്ങ് ചെന്നപ്പോ ഉടനെ തന്നെ ചെയ്തത് എന്താണ്? എഴുന്നേറ്റ് നിന്ന് വിളക്കങ്ങ് കെടുത്തിക്കളഞ്ഞു. എനിക്ക് ഇദ്ദേഹത്തിന്റെ മുഖം ഇപ്പൊ കാണേണ്ടതില്ല, അല്ലെങ്കിൽ എന്റെ മുഖം തിരിച്ച് കാണേണ്ടതില്ല. ഹാറൂൻ റഷീദ് രാജാവ് മെല്ലെ ഇരുട്ടിൽ ഇങ്ങനെ ചെന്നപ്പോ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹുവിന്റെ കൈക്ക് ഹാറൂൻ റഷീദിന്റെ കൈയങ്ങ് പതിഞ്ഞു. അപ്പൊ പറഞ്ഞു, മാ അല്യന ഹാദൽ കഫു, ഇതെന്തൊരു മുൻകൈയാണ്.